മലയാള ഭാഷയെയും മാതൃനാടിനെയും അവഹേളിക്കാൻ ഞാൻ ഒരുത്തനെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് സമാധാനപരമായി ഇരുന്നിരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലേക്ക് ചാടി വീഴുകയാണ്. അനീഷ് കുറച്ച് മുമ്പ് അടുക്കളയിൽ നിൽക്കുന്നതാണ് ലൈവ് ഫീഡിൽ കണ്ടത്. ലൈവ് ഫീഡ് കണ്ടോളൂ, പൊരിഞ്ഞ അടിയാണ്. നമ്മളെ ഒരിക്കലും മലയാളം ബിഗ് ബോസ് സീസൺ 7 നിരാശപ്പെടുത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. എന്ത് തന്നെയായാലും കണ്ടസ്റ്റൻസ് അനീഷിനെതിരെയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. വേറൊന്നുമല്ല, അനീഷിൻ്റെ സ്വഭാവം തന്നെയാണ് അങ്ങനെ ആക്കിയെടുത്തത്. അനീഷ് സംസാരിക്കുമ്പോൾ കളിയാക്കി അനീഷിനൊപ്പം തന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഒച്ചയെടുത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നില്ല. എന്ത് തന്നെയായാലും അനീഷിനെ എല്ലാവരും എടുത്തിട്ട് കളിയാക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഷാനവാസിന് തലേ ദിവസത്തെ തലവേദന പ്രശ്നം ഇച്ചിരി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അനീഷിനെതിരെ പലരെയും ഇളക്കി വിടുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ രേണു സുധിയെ. രേണു, നീ എല്ലാത്തിലും പ്രതികരിക്കുന്നവളല്ലേ, പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ രേണു, ഞാൻ ചോദിക്കാം ചേട്ടാ, എനിക്കറിയാം, ചോദിക്കേണ്ട രീതിയിൽ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് അനീഷിനൊപ്പം നടന്ന് രേണു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും രണ്ടാം ദിവസം തുടങ്ങിയിരിക്കുന്നത് കൂട്ടപ്പൊരിച്ചിലൂടെയാണ്. അവിടെ അടി, ഇവിടെ കണ്ടു രസിക്കുന്ന ഷാനവാസ്. എന്തായാലും ഷാനവാസെ കണ്ടു രസിക്കുന്ന സ്ട്രാറ്റജി അത്ര നല്ലതാവില്ല. മലയാളികൾക്ക് അതത്ര ഇഷ്ടപ്പെടാനും സാധ്യതയില്ല. എന്ത് തന്നെയായാലും അടിയുമൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുന്ന രേണുവിനെ കാണാം. അതാ ലൈവ് ഫീഡിൽ അടുത്ത അടി തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ആര്യനും നമ്മുടെ അഭിശ്രീയും തമ്മിലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഇത് ഷോർട്സ് ഇടാൻ പോലും പറ്റുന്നില്ല. അടിയോടടി അടിപൂരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷവുമായി വീണ്ടും കാണാം.